പ്രിയ തങ്കച്ചായൻ്റെ ആത്മാവ് ഇമ്പങ്ങളുടെ പ്രതീസായിൽ വസിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകദേശം 30 വർഷത്തോളമായി തങ്കച്ചായനുമായി വളരെ അടുപ്പത്തിൽ ഇടപഴകുവാനും പിതൃതുല്യമായ ഒരു സ്നേഹം എനിക്കും നിനുവിനും നെയ്ത്തിനും ജെർമിക്കും ലഭിക്കുവാനും ഇടയായി. ഞങ്ങളോട് വളരെ കരുതലും സ്നേഹവുമായിരുന്നു തങ്കച്ചാൻ എപ്പോഴും. മോനെ എന്നും കുഞ്ഞെ എന്നും മോളെ എന്നുമാണ് ഞങ്ങളെ വിളിച്ചിരുന്നത്. ജെർമിയുടെ മാമോദീസായ്ക്ക് പണിക്കരച്ചനൊപ്പം മുഖ്യ പങ്ക് വഹിച്ചത് തങ്കച്ചാനായിരുന്നു. പള്ളിയിലെ ശുശ്രൂഷ സംബന്ധമായ പല കാര്യങ്ങളും തങ്കച്ചാനോട് ചോദിച്ച് മനസ്സിലാക്കുവാൻ ഉള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. ദുഃഖവെള്ളിയാഴ്ചകളിലെ കള്ളന്മാരുടെ സംവാദം തങ്കച്ചായനോടൊപ്പം ചെയ്യുവാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിരുന്നു. കലാപരിപാടികൾ സംവിധാനം ചെയ്യുന്നതിനും ഹ്രസ്വ നാടകങ്ങൾ എഴുതുന്നതിനും അഭിനയം പഠിപ്പിച്ചു തരുന്നതിനും തങ്കച്ചായന് വളരെ പ്രാഗൽഭ്യമുണ്ടായിരുന്നു. വിവിധ ഹ്രസ്വ നാടകങ്ങളിൽ തങ്കച്ചായൻ്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുവാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ ഞാൻ തങ്കച്ചായനിൽ നിന്നുമാണ് പഠിച്ചത്. ഞങ്ങളുടെ കുടുംബത്തെ എപ്പോഴും പ്രത്യേക സ്നേഹത്തോടും താല്പര്യത്തോടും കൂടെയായിരുന്നു തങ്കച്ചായൻ കണ്ടിരുന്നത്. അത് തങ്കച്ചായന് എൻ്റെ കുടുംബത്തിലെ പിതൃ സഹോദരന്മാരോടൊപ്പം കൽക്കട്ടയിൽ ജോലി ചെയ്തിരുന്ന അതിൻ്റെ തുടർച്ചയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നോട് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട്. കാണുമ്പോൾ എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി സ്വീകരിക്കുന്ന തങ്കച്ചായനെ സ്നേഹപൂർവ്വം ഞങ്ങൾ സ്മരിക്കുന്നു. എപ്പോൾ ഞങ്ങൾ തങ്കച്ചായനെയും അമ്മച്ചിയെയും വിസിറ്റ് ചെയ്താൻ പോയാലും എന്തെങ്കിലും ഫുഡ് കഴിക്കാതെ ഞങ്ങളെ വിടുകയില്ലായിരുന്നു. പ്രായഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കാനും കരുതുവാനുമുള്ള അപ്പച്ചൻ്റെ കഴിവ് വളരെ പ്രത്യേകതയാണ്. ഈ സമയം അപ്പച്ചന് സ്നേഹപൂർവ്വം യാത്രാമൊഴികൾ നേരുന്നു. കരുണ നിറഞ്ഞ കർത്താവേ, നിൻ്റെ പുനരുത്ഥാനത്തിൽ ഈ സൃഷ്ടിയെ പുതുതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തങ്കച്ചായൻ്റെ പ്രിയപ്പെട്ട വിൻസനും നിനുവും നെയ്ത്തനും ജെർമി